ആദ്യം ഒരു കുറിപ്പ് വായിക്കാം. ഞാൻ ഈ ഉടുത്തിരിക്കുന്ന സാരി 8 വർഷം പഴക്കമുള്ളതാണ്. 25 വർഷം വരെ പഴക്കമുള്ള സാരികൾ എൻ്റെ കയ്യിലുണ്ട്. കഴിഞ്ഞ ദിവസത്തെ കലോത്സവ വേദിയിൽ വെച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി വസുകി IAS മാഡം പറഞ്ഞ കാര്യങ്ങളാണിത്. താൻ 25 വർഷത്തിലധികം പഴക്കമുള്ള സാരികൾ പോലും ഈ പറഞ്ഞതുപോലെ ഉടുക്കുന്നുണ്ട് എന്നാണ് ഒരു IAS ഉദ്യോഗസ്ഥയായ സഹോദരി പറഞ്ഞത്. അതിൽ അവർ വിശദീകരിച്ചത്, ഈ ഓരോ വസ്തുവും ഉണ്ടാക്കുമ്പോൾ ആ ഉണ്ടാക്കുന്ന വസ്തുവിന് വേണ്ടി ചിലവഴിക്കുന്ന ഒരു കൈൻഡ് ഓഫ് അസംസ്കൃത വസ്തുക്കളുണ്ട്. അതുപോലെ അതിൻ്റെ ഉപയോഗം മൂലം ഉപേക്ഷിക്കുമ്പോൾ അത് സൃഷ്ടിക്കുന്ന ഒരു കാർബൺ ഇംപ്രിൻ്റ് ഉണ്ട് എന്നിങ്ങനെ അടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളതാണൊരു സത്യം. ഈ വസ്ത്രധാരണത്തിൽ നമ്മളൊക്കെയും ധാരാളമായി വസ്ത്രം വാങ്ങുന്നവരാണ്. പഴയ കാലത്ത് ഒരു ഉത്സവത്തിനോ പെരുന്നാളിനോ വിശേഷ ദിവസങ്ങളിലോ എടുക്കുന്നതിന് പകരം നമ്മളൊക്കെയും ഒരുപാട് ഇഷ്ടങ്ങളെ പിന്തുടർന്ന് എടുക്കുന്നവരാണ്. പക്ഷേ ആ എടുക്കുന്ന വസ്ത്രങ്ങൾ അതിൻ്റെ പരമാവധിയിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അതിനോട് കാണിക്കേണ്ട ഒരു നീതിയാണ്. ഞാൻ ചെറുപ്പത്തിൽ എനിക്കിഷ്ടപ്പെട്ട വസ്ത്രങ്ങളില്ലാത്തതിൻ്റെ പ്രയാസങ്ങൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. അതൊന്നും ദാരിദ്ര്യം കൊണ്ട് മാത്രമായിരുന്നില്ല. അന്നത്തെ കാലത്ത് സമ്പത്തുള്ളവരും ഇല്ലാത്തവരുമെല്ലാം പരിമിതമായ ജീവിതചക്രത്തിനുള്ളിലാണ് കഴിഞ്ഞുപോയത്. പറമ്പോ അല്ലെങ്കിൽ വരുമാനമോ ഒക്കെ ഉണ്ടെന്ന് കരുതി അങ്ങനെ എടുത്ത് വീശാനോ ചിലവാക്കാനോ ഒന്നും ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. എന്നാൽ പിന്നിപ്പോൾ കാലം മാറിയപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ 2-3 അലമാരകൾ നിറയെ ഉള്ള വസ്ത്രങ്ങളുണ്ട്. ഞാനൊക്കെ 12 വർഷമായ ഷർട്ടുകൾ പോലും ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കാൻ കഴിയുന്നവയാണെങ്കിൽ അത് സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭംഗിയാണ്. ചില വസ്ത്രങ്ങളുടെ നിറത്തിനും അതിൻ്റെ ഫിറ്റ്നസ്സിനും ഒന്നും യോജിച്ച വേറൊരു വസ്ത്രം പിന്നെ ചിലപ്പോൾ നമ്മുടെ ജീവിതകാലത്ത് കിട്ടിയെന്ന് വരില്ല. അത്രമേൽ ഇഷ്ടത്തോടെ, അത്രമേൽ അണിയുമ്പോൾ സംതൃപ്തിയും, അത്രമേൽ അണിയുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസവും തോന്നുന്ന വസ്ത്രങ്ങൾ അടക്കമുള്ളവയുണ്ട്. പക്ഷേ ഇന്ന് പുതിയ ന്യൂജൻ കാലത്ത് വാങ്ങുക, ഉപേക്ഷിക്കുക, എറിയുക എന്നൊക്കെ പറയുന്ന ഒരു ശൈലിയാണ് പലരും സ്വീകരിച്ചു പോരുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരു ചടങ്ങിനുടുക്കുന്ന വസ്ത്രം പിന്നെ സമാനമായ ഏതെങ്കിലും ഒരു ചടങ്ങിന് ഉടുത്തുകൊണ്ട് പോകാൻ പ്രയാസമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നമില്ല. ഷർട്ടുകൾ ആവർത്തിച്ചിടുന്നതിൽ അവർക്ക് പ്രയാസമില്ല. പക്ഷേ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ വല്ലാണ്ട് ആവർത്തിച്ചിടുന്നതിൽ അവർക്ക് പ്രയാസമുണ്ട്. എന്ന് മാത്രമല്ല, ചിലരാകട്ടെ വളരെ കുറഞ്ഞ തവണ ഒരു വസ്ത്രം വാങ്ങി ഉപയോഗിച്ച ശേഷം അത് വലിച്ചെറിയുകയും ഉപേക്ഷിക്കുകയും അല്ലെങ്കിൽ അതിന് കത്തിച്ച് കളയുകയും ചെയ്തിട്ട് അടുത്തതിൻ്റെ പിന്നാലെ പായുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കൂടിയാണ് 25 വർഷമായി ഈ പറയുന്ന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാരി ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഒരു IAS ഓഫീസർ പറയുമ്പോൾ അത് കേവലമായ പിശുക്കെന്നോ അല്ലെങ്കിൽ സാമ്പത്തികം ചെലവാക്കാനുള്ള പ്രയാസമെന്നോ കരുതുന്നതിനപ്പുറം അതൊക്കെ ചില നിലപാടുകളുടെ, തീരുമാനങ്ങളുടെ കൂടി ഫലമാണ്. നമ്മൾ എത്രമേൽ വൈവിധ്യപൂർണമായി നമ്മളെ ഒരുക്കിയാലും നാം സ്വയം ആർജിക്കപ്പെടുന്ന ഒരു അന്തസത്തയ്ക്കനുസരിച്ച് നാം എത്ര വിലയുള്ള വസ്ത്രങ്ങൾ ഇട്ടാലും ആ വിലയ്ക്കപ്പുറത്തേക്ക് മനുഷ്യർ കാണുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു 150 രൂപയുടെ വസ്ത്രം അല്ലെങ്കിൽ 200 രൂപ ചിലവായ അല്ലെങ്കിൽ 300 രൂപ ചിലവായ ഒരു വസ്ത്രമായിരിക്കും ഇടുക. മറ്റുള്ളവർ അതിന് കാണുന്നത് 3000 രൂപയും അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള തുകയുമായിരിക്കും. പലരും എൻ്റെ ഷർട്ടുകളെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് എന്ന് പറയാറുണ്ട്. സത്യത്തിൽ ഈ ഷർട്ടുകളുടെ കാര്യത്തിൽ ഞാനൊരു കൊതിയനാണ് എന്നതൊരു സത്യമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അത് തൃപ്തിയാവണ്ണം ഇടാനോ ധരിക്കാനോ കഴിയാതിരുന്നതിൻ്റെ ഒരു പ്രയാസം ഏതാണ്ട് കൗമാരത്തിൻ്റെ അല്ലെങ്കിൽ യൗവനത്തിൻ്റെ അവസാന ഘട്ടം വരെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഒരു 30കൾക്ക് ശേഷമാണ് അതിനോടുള്ള ഒരിഷ്ടത്തോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഇഷ്ടംപോലെ വസ്ത്രങ്ങൾ വാങ്ങിത്തരാറുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും ഏതാണ്ടൊരു 5-7 വർഷത്തിനിടയിൽ ഞാൻ തന്നെ കാശ് കൊടുത്തു വാങ്ങിയ ഷർട്ടുകൾ എന്നത് എൻ്റെ ഓർമ്മയിലില്ല. ഏതാണ്ട് എല്ലാം തന്നെ
ഒരുപാട് സുഹൃത്തുക്കൾ സമ്മാനിക്കപ്പെട്ടതാണ്. എന്നാലും അതിലൊരു കാര്യം ഞാൻ ശ്രദ്ധിക്കാറുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2010-ലും 2011-ലും ഒക്കെ വാങ്ങിയ ഷർട്ട് ഇന്നും 13, 14, 15 വർഷങ്ങൾക്കിപ്പുറം ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അത് ഉപയോഗിക്കുമ്പോൾ വസ്ത്രത്തിൻ്റെ സൗന്ദര്യം മാത്രമല്ല, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി മാത്രമല്ല, നമ്മുടെ ശരീരത്തെ കൂടി അതിനനുസരിച്ച് സൂക്ഷിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത വരും. കൈവിട്ട് കളഞ്ഞാൽ, നമ്മളിപ്പോൾ ഒത്തിരി ആളുകൾക്ക് നമ്മൾ കാണാറുണ്ടല്ലോ, ഭയങ്കരമായ വയറും ചാടി തടിയും കൂടുന്നു, എല്ലാവരും ഒന്നും കഴിക്കുന്നില്ല എന്നൊക്കെ പറയുന്നെങ്കിലും നമ്മുടെ ഒരു ഉദാസീനതയും നമ്മുടെ ഒരു താല്പര്യമില്ലായ്മയും നമ്മുടെ ഒരു ഇഷ്ടമില്ലായ്മയും നമ്മുടെ ശരീരത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ പ്രതിഫലിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്കെല്ലാവരോടും പറയാനുള്ളത്, ഒന്ന്, നമ്മൾ ആദ്യം സ്നേഹിക്കേണ്ടത് നമ്മുടെ ശരീരത്തെയും നമ്മുടെ ഒരു വ്യക്തിത്വത്തെയും നമ്മുടെ ഒരു രൂപത്തെയും ഭാവത്തെയും ഒക്കെയാണ്. അത് നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ തിരക്കുകളുണ്ടെങ്കിലും അതിനെ അനുസരിച്ച് നമ്മൾ ക്രമീകരിച്ച്, ഭക്ഷണത്തെ ക്രമീകരിച്ച്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച്, പരമാവധി കഴിയും പോലെ, രോഗം വരുന്നതും മരണവും ഒന്നും നമ്മുടെ ആരുടെയും നിശ്ചയത്തിലുള്ളതല്ല, അത് സൂക്ഷിക്കുക. അതുകൊണ്ട് 15 വർഷമായി ഒരേ സൈസിലുള്ള പാൻറ്റും ഷർട്ടും ഒക്കെ ധരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം സല്യൂട്ടുണ്ട്. ഒപ്പം ഈ 1/4 നൂറ്റാണ്ടൊക്കെ ഒരേ വസ്ത്രം ഇപ്പോഴും സൂക്ഷിച്ചു വെച്ച് ഭംഗിയായി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് നല്ല നമസ്കാരം, 2 നമസ്കാരം.